So next topic, implementation of queue using linked list. Okay. So algorithm നമ്മളിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് അതിൽ നമുക്കറിയാം there should have an avail list. Avail list അതിൽ avail നള്ളാണെങ്കിൽ അതിനർത്ഥം there is no empty space. So നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ലിങ്ക് ലിസ്റ്റ് ക്യൂ ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അത് ഫസ്റ്റ് നോക്കണം. if avail equal to null, then write overflow and exit. അതല്ലാന്നുണ്ടെങ്കിൽ അതായത് അറ്റ്ലീസ്റ്റ് വൺ ഒരു എം ടി നോടെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ നോക്കുന്നത് ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത് എൻ ക്യൂ ആണ്. എൻ ക്യൂ പറഞ്ഞാൽ ഇൻസേർഷൻ ആണ്. ഇൻസേർഷൻ അതുപോലെ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് നോഡാണെങ്കിൽ നമുക്കറിയാം സ്വാഭാവികമായിട്ടും ഫ്രണ്ടും റിയറും അതിനകത്തിന് പോയിന്റ് ആണ്. അപ്പോൾ അത് ഫസ്റ്റ് നോഡ് നോക്കണം. if rear equal to null, then set front assigns അതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ ഇത് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഈ നോട്ട് എടുക്കാൻ പോവാണ്. സെറ്റ് ന്യൂ അസൈൻസ് avail. Okay, then set new info of new assigns item. Okay, അപ്പോൾ നമ്മൾ ഐറ്റം എന്താണോ അത് അതിൽ ഇൻസേർട്ട്. അപ്പോൾ സെറ്റ് avail assigns ലിങ്ക് ഓഫ് അവൈൽ. ഈ മൂന്ന് കാര്യം എന്താ ചെയ്യുക, സെറ്റ് ന്യൂ അസൈൻസ് അവൈൽ. അപ്പോൾ എന്ത് ചെയ്യും, ന്യൂവിലേക്ക് ഈ അവൈൽ വാല്യൂ, അതിൻ്റെ അർത്ഥം ന്യൂ ഈസ് പോയിന്റിങ് ടു ന്യൂവിലേക്ക് 100 കിട്ടും. ദാറ്റ് ഈസ് ന്യൂ ഈസ് പോയിന്റിങ് ടു ദിസ് നോട്ട്. ഓക്കെ, ദെൻ സെറ്റ് ഇൻഫോ ഓഫ് ന്യൂ അസൈൻസ്. ഓക്കെ, അപ്പം ഇതിൽ ഇൻഫോ പാർട്ടിലേക്ക് ഐറ്റം നമ്മൾ ഏതാണ് ഐറ്റം ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. സപ്പോസ് അത് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത് 2 എന്നുള്ള നമ്പർ ആണെങ്കിൽ അത് അവിടെ ഇൻസേർട്ട് ആവും. ദെൻ സെറ്റ് അവൈൽ ആസ് ലിങ്ക് അവൈൽ. ഓക്കെ, അപ്പോൾ അവൈൽ ഇസ് ടു ലിങ്ക് ഓഫ് അവൈൽ. ലിങ്ക് ഓഫ് അവൈൽ ആണ് 200. ഈ അവൈലിലേക്ക് 200 എന്ന് അസൈൻ ചെയ്യും. ദാറ്റ് മീൻസ് ദാറ്റ് അവൈൽ ഇസ് നൗ പോയിന്റിങ് ടു ദ നോഡ് വിത്ത് ഓക്കെ ഇതിലേക്ക്. അപ്പോൾ ഈ നോഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ ലിങ്ക് ലിസ്റ്റിലേക്ക്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് മേലേക്ക് വരക്കാണ്. ഇങ്ങനെ പോകുന്നത്. ഓക്കെ, ഇത് ഫ്രീ ആയി. ഇത് എന്ത് ചെയ്ത് ആ നോഡ് കൊടുത്തു ഈ അവയിൽ അടുത്ത നോട്ടെ പോയിന്റ് ചെയ്യും. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ നോക്കുകയാണ്. if rear is equal to null, then അങ്ങനെയാണെങ്കിൽ എം ടി ആണ്, ഓൾറെഡി നമ്മളെ ക്യൂ എം ടി ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് front assigns new, set rear assigns new. ഓക്കെ, അപ്പോൾ ഫ്രണ്ടിലേക്ക് ന്യൂ 100 കിട്ടി, റിയറിലേക്ക് 100 കിട്ടി. ഓക്കെ, ഇതും 100 ഇതും 100. അത് മീൻസ് ഇതൊക്കെ ഇതിനെ തന്നെ പോയിന്റ് ചെയ്യുന്നത്. ആകെ ഒരു നോഡായിട്ടുള്ളൂ, അതിനൊക്കെ പോയിന്റ് ചെയ്യും. ഓക്കെ, യെസ്. അഥവാ റിയറിൻ്റെ വരെ നല്ലല്ലാന്നെങ്കിൽ, അതായത് അറ്റ്ലീസ്റ്റ് ഒരു നോഡെങ്കിലും ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം. പിന്നെ നമ്മൾ നോഡ് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ സപ്പോസ് ഈ കേസിലാണെങ്കിൽ ഇവിടെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത നോഡ് ഇവിടെയാണ് ഓക്കെ ആഡ് ചെയ്യുക. അപ്പം ആ സമയത്ത് ഈ റിയറിന്റെ ലിങ്കിലേക്ക് എന്ത് വരണം, ഈ ന്യൂ വരണം. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും ഇൻസേർട്ട്, സപ്പോസ് ഇത് വീണ്ടും ഇൻസേർട്ട് ചെയ്യണം. വീണ്ടും ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ന്യൂ വിൽ പോയിന്റിങ് ടു അടുത്ത നോഡിന് ന്യൂ പോയിന്റ് ചെയ്യും. ദാറ്റ് ഈസ് 200. അപ്പോൾ ഇയാളെന്ത് ചെയ്യും, അയാളെ വിട്ടിട്ട് അതിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടോ, 3 ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടോ. അപ്പോൾ അയാളെ വിട്ട് അടുത്തതിലേക്ക് 300ലേക്ക് പോയിന്റ് ചെയ്യും. അപ്പോൾ ഇത് ഞാൻ കുറച്ച് മേലക്കേറ്റ് വരക്കാണ്. 300 എന്നുള്ള നോഡ്, 200 എന്നുള്ള നോഡ് ഇതിലേക്ക് 3 കൊടുത്തു. ഓക്കെ,
ഇനി ഇത് നമ്മൾ കണക്ട് ചെയ്യണം. അതാണ് ഈ ഫ്രീയർ ഈസ് എന്നാൾ റിയർ നള്ളാണല്ല, റിയർ 100 ആണ്. ഇതാണ്. സോ ദെൻ ഇതല്ല എൽസ് പാർട്ടിലേക്ക് എന്ത് ചെയ്യണം? റിയർ ഈ ലിങ്ക് കൊടുക്കണം. റിയർ ഇതിനെ പോയിന്റ് ചെയ്യണം. ഓക്കെ, റിയർ എന്നാൽ റിയർ ഏറ്റവും ടോപ്പ് മോസ്റ്റ് റിയറിന്റെ എൻഡിലാണ് നമ്മൾ ഇൻസെർഷൻ നടത്തുക. അപ്പോൾ റിയർ വിൽ പോയിന്റ് ചെയ്യുന്ന ടോപ്പ് മോസ്റ്റ് എലമെന്റ്. ഓക്കെ, അതായത് ലാസ്റ്റ് വന്ന എലമെന്റിനാണ് റിയർ ഇൻസെർട്ട് റിയർ പോയിന്റ് ചെയ്യും. സോ സെറ്റ് link of rear assigns new. Okay, rear link of rear assigns new. ഇവിടെ 200 കൊടുത്തു. That means that it is pointing to here. Then set rear assigns link of rear. Okay, link of rear എന്നാൽ 200. So ഈ 100 മാറി 200 ആയി. That means that this is pointing to here. Okay, സോ ഇത് ഇങ്ങനെ നോക്കി. നാലാമത്തത് എക്സിറ്റ്. പിന്നെ വീണ്ടും ഒരു നോഡ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ വീണ്ടും നോക്കാം അവയിൽ നള്ളാണോ, അവയിൽ നള്ളല്ല, 300. ഓക്കെ, 300. ദെൻ സെറ്റ് ന്യൂ അസൈൻസ് അവയിൽ. ഓക്കെ, ന്യൂ ഇതിനെ പോയിന്റ് ചെയ്യും, അവയിൽ ഇതിനെ പോയിന്റ് ചെയ്യും. സെറ്റ് ഇൻഫോ ഓഫ് ന്യൂ അസൈൻസ് ഐറ്റം, ഇതിലേക്ക് ഐറ്റം ഇൻസേർട്ട് ചെയ്യും. സെറ്റ് അവയിൽ ആസ് ലിങ്ക് ഓഫ് അവയിൽ, അവയിൽ എന്ത് ചെയ്യും? ലിങ്ക് ഓഫ് അവയിൽ നാള്. അവൻ്റെ അർത്ഥം എന്താണ്? ഓക്കെ, ഇപ്പം നോക്കാം. ഇപ്പോൾ ഈ കേസിലാണെങ്കിൽ ഇവിടേക്ക് ഞാൻ 4 എന്നുള്ള വാല്യൂ ഇൻസേർട്ട് ചെയ്തു. ന്യൂ ഈസ് നൗ പോയിന്റിങ് ടു. ഓക്കെ, നമ്മൾ വീണ്ടും ഇൻസേർട്ട് ചെയ്യാൻ പോകണം. ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സെറ്റ് ന്യൂ അസൈൻസ് അവയിൽ ന്യൂയിലേക്ക് 300 കിട്ടും. ദാറ്റ് മീൻസ് ദാറ്റ് ന്യൂ ഈസ് പോയിന്റിങ് ടു നോഡ് വിത്ത് അഡ്രസ് 300. ദെൻ സെറ്റ് ഇൻഫോ ഓഫ് ന്യൂ ഐറ്റം, ഐറ്റം ഞാൻ 4 ഇൻസേർട്ട് ചെയ്തു. സെറ്റ് അവയിൽ ലിങ്ക് ഓഫ് അവയിൽ, ലിങ്ക് ഓഫ് അവയിൽ ആണെങ്കിലും നള്ളാണ്. ഓക്കെ, അവയിൽ എന്നുള്ളത് നള്ളായി. ഓക്കെ, അതിനർത്ഥം നോ ഇറ്റ് ഈസ് നോട്ട് പോയിന്റിങ് ടു എനി നോഡ്. ദെൻ നോക്കാം, ഈ ഫ്രീയർ ഈസ് നള്ളാണോ, റിയർ നള്ളാണോ? അല്ല, റിയറിന്റെ വില 200 ആണ്. അപ്പം എൽസ് സെറ്റ് ലിങ്ക് ഓഫ് റിയർ അസൈൻസ് ന്യൂ. ഓക്കെ, റിയർ ഇപ്പോൾ ഇതിനെയാണ് പോയിന്റ് ചെയ്യുന്നത്. അതിന്റെ ലിങ്ക് ഓഫ് റിയർ അസൈൻസ് ന്യൂ. ന്യൂ പറഞ്ഞാൽ 300. ഓക്കെ, ലിങ്ക് ഓഫ് റിയർ അസൈൻസ് ന്യൂ 300. ദെൻ സെറ്റ് rear assigns link of rear. Okay, set rear assigns link of rear. Link of rear എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ഇയാളെ വിട്ട് നമ്മൾ നോഡ് അടുത്ത ആളെ പോയിന്റ് ചെയ്തു. ഓക്കെ, ഇത് ഓൾറെഡി 300 കൂടെ കൺവേർഷൻ നോക്കിയിരുന്നു. സോ ദിസ് ഇസ് ദ അൽഗോരിതം ഫോർ ഇൻസേർട്ടിംഗ് ഇൻടു എ ലിങ്ക്ഡ് ലിസ്റ്റ്. ഓക്കെ, സോറി, ഇൻസേർട്ടിംഗ് ഇൻടു എ ലിങ്ക്ഡ് ക്യൂ implemented using linked list. Okay, next we will see DQ operation. Okay, DQ operation. Suppose there is front, then rear, then suppose ഇതാണ് നമ്മുടെ ലിങ്ക് ലിസ്റ്റ്. അല്ലെങ്കിൽ നമുക്കറിയാം ഡിലീഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് 1 and called ഫ്രണ്ട് എൻഡ്. ഇവിടെയാണ് ഡിലീറ്റ് ചെയ്യുക. എപ്പോഴും ഇത് ഫ്രണ്ട് എൻഡിലാണ് എന്ത് ചെയ്യുക? ഡിലീഷൻ നടത്തുക. അപ്പോൾ ആദ്യം നമ്മൾ നോക്കണം അണ്ടർഫ്ലോ ഉണ്ടോ. അതായത് ഫ്രണ്ടിൻ്റെ വാല്യൂ നള്ളാണെങ്കിൽ ദർ ഇസ് നോ നോഡ് ടു ഡിലീറ്റ്. ഓക്കെ, സോ DEQUE from ലിങ്ക് ലിസ്റ്റ് ഐറ്റം സ്റ്റെപ്പ് if front equal to null, then write underflow and exit. Okay, second step അതെല്ലാം തന്നെ. ഓക്കെ, നമ്മൾ ഈ എലമെന്റ് ഡിലീറ്റ് ചെയ്യാൻ പോകണം. പക്ഷെ ഒറ്റ എലമെന്റ് ഉണ്ടെങ്കിൽ ആ എലമെന്റിനെ തന്നെ രണ്ടാമത് പോയിന്റ് ചെയ്യും. if നമ്മൾ എന്ത് ചെയ്യണം? സെറ്റ് ഐറ്റം അസൈൻസ്. ഐറ്റത്തിലേക്ക് നമ്മൾ കാര്യം എടുത്തിരിക്കണം. സെറ്റ് ഐറ്റം അസൈൻസ് ഇൻഫോ ഓഫ് ഫ്രണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പ് if
front equal to rear. Then front to rear equal and there is only one node. One node on delete one. So then set front assigns null, set rear assigns null. Okay. Else അതായത് ഒരു എലമെന്റ് അല്ല ഉള്ളത്. ഓക്കെ, ആദ്യം നോക്കി എംറ്റി ആണോ അല്ല, ഇനി ഒരു എലമെന്റ് ആണോ നോക്കി അല്ല. സോ ഒന്നിൽ കൂടെ എലമെന്റ് ഒരു സെറ്റ് ന്യൂ അസൈൻസ് ലിങ്ക് ഓഫ് ഫ്രണ്ട്. ഓക്കെ, സെറ്റ് link of front assigns away ഇതിൻ്റെ എൻഡിൽ അവിടെ എൻ്റർ ചെയ്തു link of front assigns. okay set away assigns front, set link of front assigns new. Okay, else then fourth step exit. Okay, so നോക്കണം ഒരു away list ഉണ്ട്. ഓക്കെ, ഈ ഒരു നോഡ് ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ന്യൂ അസൈൻസ് ലിങ്ക് ഓഫ്, അപ്പം ന്യൂ എന്നുള്ളൊരു ഒരു പോയിന്റിൽ ലിങ്ക് ഓഫ് ഫ്രണ്ട്. ഓക്കെ, ഈ ഫ്രണ്ടിന്റെ ലിങ്ക് 600 എടുത്ത് വെച്ചു. ഓക്കെ, ഇത് ഓക്കെ. ദെൻ സെറ്റ് ലിങ്ക് ഓഫ് ഫ്രണ്ട്. ഓക്കെ, ഇതിന്റെ ഫ്രണ്ട് ഈ 600 എന്നുള്ള ഭാഗത്ത് അവേ 100 കൊടുത്തു. ഓക്കെ, ഇവിടെ 100. ദാറ്റ് മീൻസ് ദാറ്റ് ഇത് ഇയാളെ വിട്ടിട്ട് ഈ പോയിന്റ് ഇതിന്റെ പോയിന്റാണ് 100 എന്നുള്ള നോഡിന്. ഓക്കെ, ഇതിനെ എവിടെ കൊണ്ടുപോയി എൻ്റർ ചെയ്യാൻ പോകണം. ദെൻ സെറ്റ് അവയിൽ അസൈൻസ് ഫ്രണ്ട്. ഓക്കെ, അവയിലേക്ക് ഫ്രണ്ട് 500 കിട്ടി. ഓക്കെ, അപ്പോൾ അവയിൽ ഇതിനെ വിട്ടു, ഇതിനാണ് പോയി ഫ്രണ്ട് 500. അപ്പം എന്താ ഈ ഒരു നോഡിനെ ഫ്രണ്ട് എടുത്തിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ ഇൻസേർട്ട് ചെയ്ത പോലെ ആയി. ഓക്കെ, ദെൻ സെറ്റ് ലിങ്ക് ഓഫ് ഫ്രണ്ട്. ഓക്കെ, ലിങ്ക് ഓഫ് ഫ്രണ്ട്. ഓക്കെ, സോറി, സെറ്റ് ഫ്രണ്ട് അസൈൻസ് ന്യൂ. ഓക്കെ, ഫ്രണ്ട് അസൈൻസ് ന്യൂവിന് എത്ര 600, അത് ഫ്രണ്ടിലേക്ക് 600 കിട്ടി. മീൻസ് ദാറ്റ് ദിസ് ഈസ് പോയിന്റിംഗ് ടു ദിസ് വൺ. ഓക്കെ, സെറ്റ് ഫ്രണ്ട് അസൈൻസ് നമ്മൾ എന്ത് ചെയ്തു, ഈ നോഡ് എടുത്ത് അവിടെ ഇൻസേർട്ട് ചെയ്തു. ഇത് അടുത്ത പോയിന്റ് ലിങ്കിനെ പോയിന്റ് ചെയ്യണം. സോ ദിസ് ഈസ് ദ അൽഗോരിതം ഫോർ DQ operation in a queue implemented using linked list. Thank you.